ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയ രീതിയിൽ ഹിറ്റാവുമെന്ന് അറിയില്ല. ഇതിന് പ്രൊമോഷൻ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആള് കുറവായിരുന്നു. ഭയങ്കര ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ അങ്ങനത്തെ രീതിയിൽ സിനിമ വന്നിട്ടില്ല. സിനിമയുടെ ആ ഒരു ഇതുകൊണ്ട് അല്ലാതെ പുള്ളിയുടെ പെർഫോമൻസ് ഫുട്ടേജിൽ മോശമൊന്നുമല്ല. ഡെഫിനറ്റ്ലി വേർഡ് ഓഫ് മൗത്ത് വഴി കയറണം. ഇപ്പം ഞാനിങ്ങനെ റിവ്യൂ കൊടുക്കാത്തതാണ്, പക്ഷേ ഫൈറ്റും സിനിമാറ്റോഗ്രാഫിയും ഒക്കെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാട്ടോ, നല്ല സിനിമ. അത് നന്നായിട്ടുണ്ട്. കുഞ്ചാക്കോ നന്നായിട്ടുണ്ട്. സൂപ്പർ പടം, എല്ലാം കൊള്ളായിരുന്നു. നൈസ് പടം, കൊള്ളാം, നല്ല പടം, നല്ല ഫിലിമാണ് കേട്ടോ. നല്ല ഫിലിം, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ആ മൂഡിലുള്ള ഒരു ഫിലിം തന്നെ. കണ്ടിരിക്കാനല്ല, നല്ല ഫിലിമാണ്. കാരണം ഇതിന് പ്രൊമോഷൻ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആള് കുറവായിരുന്നു, ഇനിയിപ്പം വരുമായിരിക്കും. ഇൻവെസ്റ്റിഗേഷൻ പടമാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു കുഞ്ചാക്കോവിൻ്റെ. നല്ല വൈശാഖൊക്കെ നല്ല നെഗറ്റീവ് ക്യാരക്ടർ, ബാക്കിയുള്ളതും കുഴപ്പമില്ല, കൊള്ളാം, ഇഷ്ടപ്പെട്ടായിരുന്നു. അടിപൊളി പടമായിരുന്നു, അടിപൊളി ത്രില്ലറായിരുന്നു, അടിപൊളി ബീജവും കിടിലം പെർഫോമൻസും. ഫസ്റ്റ് ഹാഫൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ത്രില്ലിംഗ് ആയിരുന്നു. എല്ലാവരും പെർഫോമൻസും നല്ലതാണ്. സ്കോർ ഭയങ്കര കിടിലമാണ്. അതുപോലെ ഡയറക്ഷൻ അടിപൊളി ഡയറക്ഷനാണ്. ത്രൂ ഔട്ട് നല്ല ത്രില്ലിംഗ് ആയിരുന്നു. പടം നല്ല നൈസ് പടമാണ്. ചാക്കോച്ചൻ്റെ കിടിലം പെർഫോമൻസ് ആണ് പടം മൊത്തത്തിൽ. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഒരു കമ്പാക്കാണ് പടം. വെർത്ത് വാച്ചാണ്, തിയേറ്റർ വാച്ച് ചെയ്യേണ്ട ഡിമാൻഡ് ചെയ്യുന്ന പടം. അഭിനയം എല്ലാം പക്കയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫാണ് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി കൂടിയിട്ട് തോന്നി. പക്ക ഒരു റിവെഞ്ച് ത്രില്ലറാണ് പടം. കണ്ടിരിക്കാനുള്ള അടിപൊളി പടം. കാരണം വില്ലനും കൊള്ളാം, നായനും കൊള്ളാം, എല്ലാവരും കൊള്ളാം. പ്രത്യേകിച്ച് ആ വൈശാഖ് നായരുടെ അഭിനയം എടുത്തു പറയണം. കുഞ്ചാക്കോ നമുക്കറിയാം, കുറേ കാലങ്ങളായിട്ട് നല്ല അഭിനയിക്കുകയാണ്. പക്ഷേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വലിയ രീതിയിൽ ഹിറ്റാവുമെന്ന് അറിയില്ല. കാരണം ഭയങ്കര ചില വയലൻസും ഗോറി വരുന്ന കുറേ സീൻസൊക്കെ ഉണ്ട്. പക്ഷേ നല്ല ഡയറക്ഷൻ, അടിപൊളിയാണ്. മാർക്കോ ചുമ്മാ കുറേ വെടിയും പുകയും മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ പേഴ്സണായിട്ട്. പക്ഷേ ഇത് പ്രോപ്പർ ഒരു സ്റ്റോറി ലൈനുണ്ട്, നല്ലോണം ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ആര് ചെയ്തു എന്നുള്ള സസ്പെൻസ് എലമെൻ്റ് അല്ലെങ്കിലും നല്ല രീതിക്ക് വില്ലന്മാരെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം നല്ല രീതിക്ക് അത് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓടുന്നു വിചാരിക്കുന്നു. ഗംഭീര പടമാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചതിൽ നമ്മൾ പ്രതീക്ഷേൻ്റെ അപ്പുറം നിൽക്കുന്ന പടമാണ്. ഇപ്പം കുഞ്ചാക്കോവിൻ്റെ 5-ാം പാതിരയ്ക്ക് ശേഷം ഒരു മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതായത് ഇപ്പോൾ കുഞ്ചാക്കോവിനെ ഇപ്പം നമ്മൾ പോലീസ് വേഷം ചേരൂല എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഇത് കാണുമ്പോൾ മനസ്സിലാവും വാട്ട് എ സീസൺഡ് ആക്ടർ ഹീസ്. കാരണം ഭയങ്കര ഗംഭീര പ്രകടനമാണ്. കുറേ ഉള്ളിൽ കുറേ ലെയേഴ്സ് ഉള്ള ക്യാരക്ടറാണ്. അത് ഹി പെർഫോം റിയലി വെൽ. ആൻഡ് സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഡയറക്ഷൻ വൈസ് ഒക്കെ പക്ക സീറ്റഡ് ത്രില്ലറാണ്. ഇത് ഡെഫിനറ്റ്ലി വേർഡ് ഓഫ് മൗത്ത് വഴി കയറണം. ഇപ്പം ഞാനിങ്ങനെ റിവ്യൂ കൊടുക്കാത്തതാണ്, പക്ഷേ ഡെഫിനറ്റ്ലി ആൾക്കാർ കാരണം ഇപ്പോൾ ക്രൗഡൊക്കെ കുറവായിരുന്നു. ഇത് ഭയങ്കര നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു കിഷ്കിന്താകാന്ഡം അല്ലെങ്കിൽ ഈ പറഞ്ഞ ജോസഫ് അല്ലെങ്കിൽ ദൃശ്യമൊക്കെ കഴിഞ്ഞ് അടുത്ത ഒരു ഗംഭീര പടമാണ് ഇത്. ഡെഫിനറ്റ്ലി സൂപ്പർ ഹിറ്റാണ്, സൂപ്പർ ഹിറ്റ് മൂവി. നല്ലൊരു ത്രില്ലറാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സസ്പെൻസ് ത്രില്ലറൊന്നും അല്ല, ഒരു സസ്പെൻസും ഇല്ല. പക്ഷേ നല്ലൊരു ഇമോഷണൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് വില്ലൻ ആരാണ് അല്ലെങ്കിൽ വില്ലന്മാരാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിലേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ സിനിമയുടെ എൻഡ് വരെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ മുഴുകിയിരിക്കണമെങ്കിൽ ആ തിരക്കഥയുടെ മികവാണ്. അത്ര നന്നായിട്ട് തിരക്കഥ ഒരു ഒഴുക്കോടെ എഴുതി ആ സിനിമ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡയറക്ടറുടെ പേര് ഞാൻ മറന്നുപോയി. പുള്ളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മാർട്ടിൻ പക്കാട്ട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടൻറ്റ് കണ്ടിട്ട് പുള്ളി നിർമ്മിച്ചായിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു മൂവിയാണ്. അഭിനയം അത് ചാക്കോച്ചനാണ്. വിശാഖ് നന്നായിട്ട് വില്ലൻ വേഷം. നമ്മളെ എമർജൻസിയിൽ പുള്ളി സഞ്ജയ് ഗാന്ധിയായിട്ട് ചെയ്തില്ലേ, അതേപോലെ ഇതിൽ നല്ല വില്ലൻ വേഷമാണ്. പുള്ളി ഫൂട്ടേജിന് ശേഷം പുള്ളി ഫൂട്ടേജ് നല്ല സിനിമയുടെ ആ ഒരു ഇതുകൊണ്ട് അല്ലാതെ പുള്ളിയുടെ പെർഫോമൻസ് ഫുട്ടേജിൽ മോശമൊന്നുമല്ല. അത് കുറച്ച് ഹോട്ട് സിനിമയായിരുന്നു. ഇത് പുള്ളി നന്നായിട്ട് വില്ലൻ വേഷം പുള്ളിക്ക് ഇനി വേണമെങ്കിൽ എത്ര സിനിമകളിൽ വേണോ കൈകാര്യം ചെയ്യാം. അത്ര നന്നായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അതെ, ഇത് പോലീസ് സ്റ്റേഷൻ. പുള്ളി പോലീസ് സ്റ്റേഷൻ മുമ്പും ചെയ്തിട്ടുണ്ട്. അതിൽ പുള്ളി ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ ഒന്ന് പറയാം. പിന്നെ സ്റ്റണ്ട്സ് ഇതിൽ നന്നായിട്ട് സ്റ്റണ്ട് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പിന്നെ കാർ ചേസിങ് കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരാണ്, ജെക്സ് ബിജോയ് തന്നെയാണോ എന്ന് അറിഞ്ഞൂടാ, പുള്ളിയാണെന്ന് തോന്നുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ത്രില്ലറിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. തീർച്ചയായിട്ടും ഈ ഒരു ത്രില്ലർ എന്ന് അറിഞ്ഞ ആൾക്കാർ കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും കത്താം. അത്ര നല്ലൊരു മൂവിയാണ്. സസ്പെൻസ് ത്രില്ലർ അല്ല, പക്ഷേ നല്ലൊരു ത്രില്ലറും ഇമോഷണൽ ത്രില്ലറാണ്. സിനിമ കുഴപ്പമില്ലെന്ന് ഞാൻ പറയുള്ളൂ. ഭയങ്കര ഒരു സീറ്റ് എഡ്ജ് ത്രില്ലർ അങ്ങനത്തെ രീതിയിൽ സിനിമ വന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ എഫേർട്ട് എല്ലാവരും എടുത്തിട്ടുണ്ട്. മേക്കിങ്ങും എല്ലാം ഓക്കെയാണ്. പക്ഷേ ഒരു ലെങ്ത് കുറച്ച് കൂടിപ്പോയതുപോലെ എനിക്ക് തോന്നി. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ക്രൈം സീൻ കാണിക്കുകയാണ്. പിന്നെ അതിനുശേഷം പെട്ടെന്ന് വേറെ കുറേ റാൻഡമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ വരുന്നു. അതിനുശേഷം ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് പറഞ്ഞു പോകുന്നതാണ് ഈ ഒരു സിനിമ. അപ്പം സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നിമിഷം പോലും അത് ലാഗ് അടിപ്പിക്കുന്നില്ല. സിനിമയുടെ തുടക്കം മുതൽ ആ ഒരു ഇൻ്റർവെൽ സീൻ വരെ നമ്മൾ അത്രയും എൻഗേജ് ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ ഇമോഷണലി നല്ല രീതിയിൽ തന്നെ വർക്കാവും അത് ആൾക്കാർക്ക്. കാരണം നമുക്കിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത് ലിങ്ക് കണക്ഷൻ കയറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിൽ നല്ല രീതിയിൽ എമോഷണൽ കണക്ട് കിട്ടും. സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്കും ഈ ഒരു ക്രൈം സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്കും ഓൾറെഡി റിവീലായി കഴിഞ്ഞു, ആരാണെന്നുള്ളത് റിവീലായി കഴിഞ്ഞു. പക്ഷേ എന്തിന്, എങ്ങനെ, ആരൊക്കെ സിനിമയിൽ കാണിക്കുന്ന ഓരോ കഥാപാത്രത്തിനും എന്തിനാണ് ആ ഒരു കഥാപാത്രം
മാത്രം ഈ ഒരു സിനിമയിലുള്ളത് എന്നുള്ളത് ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും കുറേ കൂടെ ഒന്ന് സ്പീഡപ്പ് ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് ഒഴിവാക്കി ആ ഒരു പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ലൊരു ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്ത ക്യാരക്ടേഴ്സ് ആയിരുന്നാലും അതുപോലെ തന്നെ ഈ ഒരു എല്ലാവരും കുഞ്ചാക്കോ ബോബൻ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ക്യാരക്ടേഴ്സിന് എഫേർട്ട് എടുത്തിട്ടുണ്ട്. പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റോൾ ചെയ്തിട്ടുണ്ട്.